വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ചലഞ്ച് ആണ്. കണ്ടോ, ഇച്ചിരി ഇതുപോലത്തെ ഷേപ്സും ഉണ്ട്, ക്ലേയും ഉണ്ട്. ഇതും കൂടെ നമ്മളിങ്ങനെ ഷേപ്പ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ ചലഞ്ച് ഗൈസ്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് ചേച്ചി പറഞ്ഞോളെ തന്നെ നമ്മളിവിടെ കുറെ ക്ലേസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറെ ഷേപ്സ് എടുത്തിട്ടുണ്ട്. ഈ ഷേപ്സിൽ നമ്മൾ ക്ലേ വെച്ചിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കണേ അവരായിരിക്കും ഈ ചാലഞ്ചിൽ വിന്നർ. അത് മാത്രമല്ല, ലാസ്റ്റ് ഈ ചാലഞ്ചിൽ വിന്നർ ആയിരുന്നവർക്ക് ഒരു ഗിഫ്റ്റും കൂടെ ഇവിടെ നമ്മൾ കൊണ്ടുവെക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് കാണാം ഗൈസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് വാട്ടർമെലാണ്. ഞാനിവിടെ വാട്ടർമെലന്റെ കളർ എടുത്തു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ഇടാനൊന്നും പറ്റില്ല. നമ്മൾ നേരത്തെ വീഡിയോയുടെ നേരത്തെ കവർ നല്ല ഭംഗിയുണ്ട്. ഇത് കുരയ്ക്കാൻ നല്ല സോഫ്റ്റ് ആണ്. ഇന്നത്തെ ഗിഫ്റ്റ് ഞാൻ കൊണ്ടുപോകും. ചേർന്ന് കളേഴ്സ് ഇട്ടിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ ആയതുകൊണ്ട് നല്ല ബ്രാൻഡാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. മറ്റേതാണെങ്കിൽ ചെറുതല്ലേ, അത് ഭയങ്കര കട്ടിയുള്ള ക്ലേ ആണ്. നല്ലത്. ഉരുട്ടം പോലെ എനിക്ക് സമയമില്ല. ഞാനാണെങ്കിൽ സ്പീഡിൽ ചെയ്യുക കേട്ടോ. നമ്മൾ ഇതിനകത്ത് വാട്ടർമെലനകത്ത് ഇത് ഫുൾ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പുറത്തോട്ട് എടുത്ത് നോക്കാം എന്ത് രീതിയാവും. ഞാൻ പുറത്തേക്കാണ് എന്റെ വാട്ടർമെലൻ റെഡി ആയിട്ട് ഇച്ചിരി കൂടെ സാധനങ്ങൾ വേണ്ടതാണ്. എനിക്കായിട്ട് ഗ്രേപ്സ് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഉണ്ടാക്കുന്ന ഗ്രേപ്സ് കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് അടുത്ത ഇനി നമുക്ക് ഇതിന് ഇച്ചിരി വാട്ടർമെലൻ ഇച്ചിരി കുത്തുകളൊക്കെ വേണം. ഞാനിത് കുത്തിക്കൊണ്ടിരിക്കുക. മിച്ചമുണ്ടാകാതെ മാറ്റി വെക്കുവാണേ. ചെയ്തുകൊണ്ട് മാറ്റി ഇന്നത്തെ എനിക്ക് കിട്ടിയത് മുഴുവൻ 3 പച്ച കളറാണ്. നമ്മുടെ വാട്ടർമെലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയിട്ടുണ്ട്. അത് നമ്മുടെ ആ കുത്തി ഇതിനകത്തേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക്. ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ബനാനയാണ് കേട്ടോ. ഞാനിവിടെ ബ്ലാക്ക് കുത്ത് കുരുവായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കളറാണ്. ഈ കളറിന്റെ വില ഇതുണ്ടാകും. അത് ലൈറ്റ് യെല്ലോ അല്ലേ? ബ്ലാക്ക് ഇവിടെ വാട്ടർമെലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഉണ്ടാക്കാം സ്പീഡ്. വാട്ടർമെലൻ ഞാൻ മാറ്റി വെച്ചു. അടുത്ത് ഞാനിവിടെ എടുക്കാൻ പോകുന്ന പീച്ചാണ്. പീച്ചിനുള്ള കളർ ഇതാട്ടോ, ഈ ഒരു പിങ്ക് കളർ. ഈ ഒരു ഗ്രേപ്സ് അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നമുക്ക് ഇത് കുഴച്ച് കൊടുക്കാം. ഇതിലോട്ട് നല്ല കെട്ടി കൊടുക്കും. ഞാനിത് പകുതിയായിട്ട് ഊരി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ കവർ കിട്ടണമെല്ലാം മാറ്റി വേണം. നമുക്കിനി ഈ സൈഡിലാണ്. നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ കണ്ടു. ഇതിൻ്റെ സൈഡിലത്തെ നമുക്ക് ജസ്റ്റ് ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി കൊടുക്കാം. സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിവിടെ പീച്ച് ഫുള്ളും കുത്തിക്കിട്ട് ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കണ ഒരു വീഡിയോ. നമുക്കിനി ഇത് എടുത്ത് കൊടുക്കാം. ബനാന നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പറിച്ചെടുക്കാം. ചവന്നങ്ങളെ ഉരുട്ടി നമുക്കിതൊന്ന് പറിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഉള്ള ഭാഗത്ത് ഇത് വെച്ചില്ലെങ്കിലുണ്ടല്ലോ, അത് നമുക്ക് അവസാനം വേറെ സ്പീഡിലെല്ലാം ഉണ്ടാക്കിട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള്
2 മാത്രമേ ഉള്ളൂ ഉണ്ടാക്കാൻ. എന്റെ ബനാന നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പൊ ബനാനയുടെ മുകളിൽ കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഗൈസ് വെറുതെ അല്ല ഇവിടെ ഇത്രയും നേരം മിണ്ടാതിരുന്ന അവർക്ക് സ്പീഡിൽ ഉണ്ടാക്കണമെന്നുള്ള ഇത് കണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് മിണ്ടാതെ തന്നെ ഉണ്ടാക്കി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അടുത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അവക്കാടോയാണ്. എന്റെ പീച്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്റെ പീച്ച് ഞാൻ ഇങ്ങനെ നാളെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പീച്ച് ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് കുഞ്ഞി ഇല്ല ഇല്ല കോസാണോ? ഞാനിവിടെ പീച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെക്കുവാണ്. അടുത്തത് എനിക്ക് ഇനി 2 എണ്ണം ഉണ്ട് കേട്ടോ. എനിക്കുണ്ട്. അടുത്തത് ഞാൻ ഇവിടെ ഈ ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ലെമൺ ആണ് ഗൈസ് ഞാൻ അടുത്തതായിട്ട് ഉണ്ടാക്കണത്. ഇതെങ്കിലും തന്നെ മതി. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഗിഫ്റ്റ് ഇവക്ക് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ലാസ്റ്റ് ഞാൻ ഇതിനകത്ത് ഫുള്ളും കുത്തിക്കേറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പുറത്തോട്ട് എടുക്കാം. ഗൈസ് അപ്പൊ നമ്മള് ഈ ഒരു സംഭവം ലെമൺ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വണ്ണാണ് ഞാൻ ചെയ്യാൻ പോണത്. ഞാൻ ഈ ഒരു കൂടെ അടയ്ക്കാതെ സെന്ററിലായിട്ട് വെച്ചു. ഞാൻ ലാസ്റ്റ് ആണ് ചെയ്ത് തുടങ്ങി. ഇതടുത്താണ് ഓറഞ്ച് കളറാണ് നമ്മുടെ പപ്പായക്ക് വരണത്. അപ്പൊ നമുക്കിനി പപ്പായ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ പപ്പായ വേറെ ലെവലാക്കി. എന്റെ ഫേവറേറ്റ് ആണ് പപ്പായ. എപ്പൊ പപ്പായ കിട്ടിയാലും ഞാൻ കഴിക്കും. ഇതിനകത്തോട്ടൊന്ന് കേട്ടി കൊടുക്കാം. ഇത് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഫുള്ള് അത് കയറിയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഫുള്ള് കഴിഞ്ഞല്ലേ? ലാസ്റ്റ് കണ്ടില്ലേ? അല്ലാന്നില്ല പൈനാപ്പിളും കഴിഞ്ഞു. ഗൈസ് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. അടുത്ത നമുക്കിനി ഇത് ഒന്ന് ആക്കി കൊടുക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതൊന്ന് പുറത്തെടുത്ത് കൊടുക്കാം. ബാക്കി സ്ഥലത്ത് ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. ഇനി നമുക്ക് ഗ്രീൻ കളർ വേണം. ഗ്രീൻ കളർ ആരുടെയും തരുന്നുണ്ടോ? പകുതി തരും. കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്ലാക്ക് കുത്തു വെക്കാം. പപ്പായക്ക് അകത്തുള്ള ഒരു കുരു കേട്ടോ. പച്ച വേണം. ഈ പപ്പായ ഉണ്ടാക്കുമ്പോൾ എനിക്ക് മറ്റേ പപ്പായ ജ്യൂസ് പപ്പായയുടെ കുഞ്ഞ് ആ ഒരു കുരുകൾ വെച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ തീരും കേട്ടോ. ചേച്ചിയുടെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ? ഇല്ല ലാസ്റ്റ് ആണ്. എന്നിട്ട് ഈ ഒരു സൈഡിൽ വെക്കാം. പച്ചക്കറി കിട്ടില്ല കേട്ടോ. അപ്പൊ പച്ചക്കറി ഉണ്ടല്ലോ. നമ്മൾ പപ്പായയുടെ അകത്തും ഞാൻ പറഞ്ഞ പോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്റെ പപ്പായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കുവാണ്. ഇങ്ങനെ തന്നെ അതിന്റെ മേളിലോട്ട് കയറ്റി വെക്കാൻ റെഡി ആയിരിക്കും ഗൈസ്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ചലഞ്ചിനകത്ത് വിന്നർ ആയിരിക്കുന്നത് ഇവളാണ് ഗൈസ്. നമ്മുടെ ആൺകുട്ടിയാണ്. ഞങ്ങള് രണ്ടും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്ക് നല്ല പിടിച്ചിട്ടില്ല അത്. അപ്പൊ അപ്പൊ ഗിഫ്റ്റ് ഇതാ. അപ്പൊ ആൺകുട്ടികളുടെ ഗിഫ്റ്റ് ഇതായിട്ട് നല്ല കോളറിങ് എനിക്കിത്. അപ്പൊ നമ്മൾ ഇത്ര ഉണ്ടാക്കി ആമി നല്ലപോലെ ചെയ്തിട്ട് ആമിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.